ആദർശിനെ പോലീസ് വിളിക്കാൻ കേട്ടോ. എന്താ സാറേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, തൻ്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അന്നത്തെ ആ ഒരു കിഡ്നാപ്പിംഗ് കേസ് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, അത് ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് എന്തെങ്കിലും ലീഡ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ആള് മാറി തട്ടിക്കൊണ്ട് പോയതെന്നാ ആ പെൺകുട്ടി പറഞ്ഞെന്ന് ആദർശ് പറയുമ്പം അതൊന്നും അല്ലടോ, ആള് മാറിയൊന്നുമല്ല, അവർ കൃത്യമായിട്ട് തന്നെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാണ്. എന്താ സാറി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതേടോ, ഞാൻ അറിഞ്ഞത് വെച്ച് ഈ ബന്ധം നിങ്ങൾക്ക് തീരെ ചേർന്ന ബന്ധമല്ലെന്ന് പറയുന്നുണ്ട്. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതെന്താണെന്നോ, ഞാൻ ആ കുട്ടിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചിരുന്നു. അതുപോലെ തന്നെ ആ തട്ടിക്കൊണ്ടുപോയ ആ ഉപേന്ദ്രൻ ആളെ ഞാൻ വിളിച്ച് ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആ ഉപേന്ദ്രനെ പറഞ്ഞനുസരിച്ച് ഈ അനാമികയും അവരുടെ വീട്ടുകാരും വല്ലാത്ത തട്ടിപ്പ് സംഘമാണെന്ന് പറയാണ്. തട്ടിപ്പ് സംഘമോ എന്താ സാറിന് ചോദിക്കുമ്പം അതേടോ, അവരുടെ അമ്മയും അച്ഛനും ഈ മകളും ഇവർ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. ഇവര് ഇവിടെ വന്നിട്ട് കുറേ കാലമൊന്നും ആയിട്ടില്ല. ഇവർ പണ്ട് മലേഷ്യയിലായിരുന്നു, അവർക്കവിടെ ബിസിനസ്സായിരുന്നു. ആ ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ വേണു അവിടുന്ന് 2-3 കോടി രൂപ ഒരു കടമാക്കിയിട്ടാ അവിടുന്ന് മുങ്ങിയത്. അങ്ങനെ കേരളത്തിലെ മറ്റുള്ള ജില്ലയിലേക്കൊക്കെ പോയിട്ട് അവിടെ കുറേ കാലം താമസിച്ചു. അങ്ങനെ അവിടെ ഇതുപോലെ പ്രതാപവും പണവും ഒക്കെ കാണിച്ച് അവിടുന്ന് കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് 3-4 കോടി രൂപ ഒക്കെ ആയിട്ടാ അവർ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഉപേന്ദ്രൻ ആ സമയത്തെല്ലാം ഇവരെ സഹായിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപേന്ദ്രൻ ഇയാളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഈ വിവാഹത്തിനുള്ള സ്വർണം വാങ്ങിയത് പോലും മറ്റൊരാളുടെ കടമായിട്ടാ. ഇപ്പൊ കാണുന്ന വീടും അതെല്ലാം ജപ്തി ഭീഷണിയില്ല. അത് മാത്രമല്ല, ഈ ഉപേന്ദ്രന് പോലും ഇവർ 2 കോടി രൂപ കൊടുക്കാനുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അയ്യോ സാറേ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തന്വേഷിച്ചിട്ടാണോ ഈ വിവാഹമൊക്കെ ഉറപ്പിച്ചത്? ഒരു വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? ഇത്രയും വലിയ കുടുംബക്കാരല്ലേ നിങ്ങൾ? മൂർത്തീസ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത്രയും പ്രതാപമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കണം പോലീസ്. അത് സാറേ, ആ കുട്ടി എൻ്റെ അനിയൻ്റെ പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിനെയൊക്കെ അവൾ വലയിലാക്കി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി. എനിക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവനെ കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചില്ലെന്ന് പറയാണ്. പോലീസ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ അന്വേഷിക്കാതാണോ ഈ വിവാഹമൊക്കെ ഉറപ്പിക്കുന്നത്? എന്നിട്ട് പോലീസ് പറയാണ്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചു. ഇവർക്കിത് സ്ഥിരം പരിപാടിയാണ്. ഇപ്പം ഏകദേശം ഒരു 3-4 സ്ഥലം ഇവർ മാറിക്കാണും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയും കോടികൾ കടമേടിക്കും. അവിടെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. കുറച്ച് സേവിങ്സ് ഒക്കെ ആയിട്ട് തിരിച്ച് മറ്റൊരു ജില്ലയിലേക്ക് പോകും. അവിടെയും ഇത് തന്നെ അവസ്ഥ. അങ്ങനെ കുറേ പേര് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഡീറ്റെയിൽസോ ഫുൾ നെയിം ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവരിതുവരെ പോലീസിന്റെ പിടിയിൽ പെടാതിരുന്നതെന്നൊക്കെ പറയാണ്. അയ്യോ സാർ, ഇത്രയ്ക്ക് മോശപ്പെട്ടവരാണ് അവരെ കണ്ടാൽ അങ്ങനൊന്നും പറയില്ലെന്ന് പറയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ ആ അനാമികയുടെ ബുദ്ധിയാ ഇപ്പം അനി വിവാഹം കഴിക്കാൻ പോകുന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ഉപേന്ദ്രനാ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അത് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പം ശരിയാ, ആ ഉപേന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാ. ഇപ്പോൾ വിവാഹം നടക്കാൻ പോകുന്ന ക്യാഷ് പോലും കടത്തില്ല. അവരുടെ വീടും ജപ്തി ഭീഷണിയില്ല. അത് മാത്രമല്ല, ആ വേണു പറഞ്ഞു പോലും വിവാഹം ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞ പാടെ തൻ്റെ കാശൊക്കെ ഞങ്ങൾ തരാം, അനന്തപുരം വീട്ടിലോട്ടാണ് കെട്ടിച്ചിടാൻ പോകുന്നത്, അവിടുന്ന് ക്യാഷ് ഞങ്ങൾ അടിച്ചോണ്ട് തരാമെന്നൊക്കെയാണ് ഉപേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത്. അതിനാ മനഃപൂർവ്വം അവർ മോളെ വിവാഹം കഴിച്ച് അയക്കുന്നത്. അവിടെ വന്ന് എങ്ങനെയും അവർ കൊടുത്തു തീർക്കാനുള്ള ക്യാഷൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ഇനിയുള്ള കാലം ആ വീട്ടിൽ ജീവിക്കാനാണ് അവരുടെ ഉദ്ദേശം. അത് മാത്രമല്ല, ആ വീട് പോലും അവളുടെ പേരിലാക്കാനാണ് അവളുടെയൊക്കെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആ ഉപേന്ദ്രനോട് വേണു പറഞ്ഞതാ. എൻ്റെ മോള് വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് പോയടനെ തന്നെ ക്യാഷൊക്കെ എത്തിക്കാം. അപ്പം ആ ഉപേന്ദ്രൻ ചോദിച്ചു, അതെങ്ങനാ മോളെ കെട്ടിക്കുമ്പോൾ ക്യാഷ് അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്, ഇങ്ങോട്ട് കിട്ടുമോയെന്ന്. വേണു പറയുന്നുണ്ട്, അതൊക്കെ ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ അനിയെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് അടുത്ത 3 ബ്രാഞ്ച് കൊടുക്കാൻ പോകുന്നത്. ശേഷം ആ 3 ബ്രാഞ്ച് നോക്കിയെടുത്താൻ പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടി ഇട്ടാ. അത് പിന്നീട് ഞങ്ങളുടെ പേരിലാകും എന്നൊക്കെ വേണു ഉപേന്ദ്രനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദർശം ഞെട്ടുന്നുണ്ട് കേട്ടോ. സത്യമാണ് സാർ പറയുമ്പം അതേടോ, ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് വെച്ച് ഞാൻ കുറേ കൂടി ഡീറ്റെയിലായിട്ട് അന്വേഷിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന്. അങ്ങനെ ഞാൻ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നോട് പറയാമെന്ന് കരുതിയത്. ഇന്ന് വിവാഹമല്ലേ, ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നാണ് ഞാൻ കരുതിയെന്ന് ചോദിക്കുന്നുണ്ട്. ശരി സാർ, ഒരുപാട് നന്ദിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് എന്ന് പറയാണ്. അങ്ങനെ ആദർശ് ഫോൺ കട്ടാക്കിയിട്ട് നേരെ പോകുന്നത് നയനടുത്തേക്കായിരിക്കും. നയനോട് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. അനാമിക ഫ്രോഡാണെന്നും ഇതുപോലെ നമ്മളെയൊക്കെ പറ്റിച്ച് ആ 3 ജ്വല്ലറി ഷോപ്പ് അടിച്ചു മാറ്റാനൊരു പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, ആദ്യശേട്ടനി പറഞ്ഞതൊക്കെ സത്യമാണോ? അതേ നയന, ഞാനും ആദ്യം സംശയിച്ചു. പോലീസ് പറഞ്ഞു ഡീറ്റെയിലായിട്ട് അന്വേഷിച്ചെന്ന്. ആ ഉപേന്ദ്രനെ പറഞ്ഞു എന്ന്. നിങ്ങൾ പോയി രക്ഷിച്ചില്ലേ അവളെ? അവിടുത്തെ ഗുണ്ട പറഞ്ഞെന്ന് പറഞ്ഞു.
അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് നയന ചോദിക്കുകയാണ്, എൻ്റെ ഈശ്വര, അനുഭവിച്ച് ചാടിക്കുന്നത് വല്ലാത്തൊരു അബദ്ധത്തിലാണല്ലോ. ഇപ്പൊ ഇതിനി പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോണില്ല ആദർശേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാലും എല്ലാവരും പറയും ഇതൊക്കെ മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതാ. അനിയനെ നന്ദുവിനെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അനാമികയെക്കുറിച്ച് കുറ്റം പറയുന്നതാണെന്നേ എല്ലാവരും കരുതുള്ളൂ. അല്ലാതെ സത്യമായ കാര്യം എന്താണെന്ന് ആരും അന്വേഷിക്കില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതെ, അത് ഞാൻ ആലോചിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ആകെപ്പാടെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണല്ലോ എന്റെ അനിയുടെ ജീവിതം. അതാ ഇനി പാഴായി പോകാൻ പോകുന്നത്. ചെറിയമ്മയോടാണെങ്കിൽ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കുന്നുമില്ല. എന്തു പറഞ്ഞാലും ചെറിയമ്മ നമ്മളോട് തൊട്ടുകയറുന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ പറ്റുള്ളൂ. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തശ്ശനോട് ഈ അനാമികയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ പിന്നെ അപ്പോൾ അത് മാത്രമല്ല, നന്ദുവിനെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാലും മുത്തശ്ശൻ സമ്മതിച്ചേനെ. മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ ഈ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് മുത്തശ്ശനോട് ഒന്നും പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇപ്പൊ ചെറിയമ്മയോടോ എൻ്റെ അമ്മയോടോ ഈ വീട്ടിലുള്ള ആരോട് പറഞ്ഞാലും നമ്മൾ മനഃപൂർവ്വം അനാമികയെ കുറ്റപ്പെടുത്തുകയാണെന്നേ കരുതുള്ളൂ. അവർ അന്വേഷിക്കാൻ ഒന്നും നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം ജാനകി ചെറിയമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അത്ര മാത്രം അവർ തലയ്ക്കൊക്കെ പിടിച്ചിരിക്കുക ഈ വിവാഹം. അനാമിക അത്രത്തോളം ജാനകി ചെറിയമ്മനെ സ്വാധീനിച്ചിട്ടുണ്ട്. അവൾ ഭയങ്കര ബുദ്ധിശാലിയാ എന്ന് പറയാണ് ആദർശ്. എങ്കിലും ആദർശേട്ടാ, അവളെ കണ്ട അങ്ങനെ പറയല്ലോ, ഒരു കൊച്ചു പെൺകുട്ടിയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, 10-22 വയസ്സേ ഉള്ളൂ. പക്ഷെ അവളുടെ ബിഹേവിയറും അവളുടെ ബുദ്ധിയും എല്ലാം 10-30 വയസ്സിന് മേലുള്ള ഒരാളുടെയാ. അങ്ങനെയാ പോലീസ് പറഞ്ഞത് ആ കൊച്ചു പെൺകുട്ടിയാ ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാനിങ് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവര് 3-4 സ്ഥലങ്ങളൊക്കെ നടന്ന് പറ്റിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇനി പറ്റിക്കലിന്റെ അവസാന ശ്രമം. കാരണം ഇവിടെ കൊണ്ട് സെറ്റിൽ ആവാനാണ് അവർ തീരുമാനം. ഇവിടെ വന്ന് അനിയെ വിവാഹം കഴിച്ച് അനിയുടെ 3 ബ്രാഞ്ചസും ഏറ്റെടുത്ത് അത് അനിയെ തള്ളിക്കളഞ്ഞ് അവരുടെ പേരിലാക്കി. അങ്ങനെയൊക്കെ അവർ പ്ലാനിങ്. 3 ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമാണോ, കോടികളല്ലേ അവർക്ക് കിട്ടാൻ പോകുന്നത്. അതാ അവളുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഉദ്ദേശം എന്നൊക്കെ ആദർശ് പറയണം. എൻ്റെ ആദർശിട്ട, നമ്മുടെ അനിയെ നമ്മൾ ഇനി എങ്ങനെ രക്ഷിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാര്യം എന്തായാലും ഞാൻ എല്ലാവരോടും പറയാൻ പോവാ, ആരെ വിശ്വസിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നയന് പറയാണ്, ആദർശിട്ടൻ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ എന്ന് വെച്ച് നമ്മുടെ അനിയുടെ ജീവിതം പാഴാക്കി കളയണമെന്നാണ് നീ പറയുന്നത്. അല്ല ആദർശിട്ട, ഇപ്പൊ ആദർശിട്ടൻ പോയി പറഞ്ഞാലും എന്താ പറയാ, എന്റെ തലേണ മന്ത്രം കൊണ്ട് ആദർശിട്ടൻ പറഞ്ഞാണെന്നേ അമ്മ പോലും പറയുള്ളൂ. ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നും അനാമിക പാവമാണെന്നും നന്ദുവിനെ കൊണ്ടാണ് ഈ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്ന് എല്ലാവരും കരുതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ അനിയുടെ ജീവിതമാണ് വലുത്, അതുകൊണ്ട് ഞാൻ ഇത് അറ്റം വരെ പോകും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ചെറിയമ്മനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വേണ്ടി വന്നാലെ പോലീസിനെയും കൂടി വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം. അങ്ങനെ അനിയുടെ അനാമികയുടെ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങണം. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ ആദർശ് പറയാണ്. നയനയ്ക്ക് ആകെപ്പാടെ പേടിയും വിഷമവും ടെൻഷനും ഒക്കെ ആകുന്നുണ്ട്. ആദർശ് അങ്ങനെ ചെറിയമ്മയുടെ പറയാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യാമേ. ഒരുപാട് ലെങ്തി ആയി പോയതാണ് കേട്ടോ.